പെർത്ത് ഏകദിനത്തിൽ ഓസ്ട്രേലിയയോട് പരാജയപ്പെട്ട് ഇന്ത്യ 7 വിക്കറ്റിനാണ് ഇന്ത്യ തോൽവി വഴങ്ങിയത്. നിരാശപ്പെടുത്തി രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും 3 മത്സര പരമ്പരയിൽ ഓസീസ് മുന്നിലാണ്. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ഖിലാഫ് അഹമ്മദാണ് ചേരുന്നത്. ഖിലാഫ്, ഇന്ത്യൻ ആരാധകർക്ക് നിരാശയല്ലേ? എന്താണ് ഇന്ത്യക്ക് സംഭവിച്ചത്? ഇന്ത്യൻ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഒരു നിരാശ തന്നെയാണ്. കാരണം നമുക്കറിയാം, ഈ ഒരു നീണ്ട കാലത്തിന് ശേഷം രോഹിത്തും അതേപോലെ തന്നെ കോഹ്ലിയും ഈ ഒരു പരമ്പരയിലേക്ക്, അതായത് അന്താരാഷ്ട്ര ക്രിക്കറ്റിലേക്ക് തിരിച്ചെത്തുകയായിരുന്നു. ഒരുപാട് റെക്കോർഡുകൾ ഇവർക്ക് മുന്നിൽ ഉണ്ടായിരുന്നു ഇന്ന് തകർക്കാൻ. എന്നാൽ ഇതൊന്നും സാധിക്കാതെ തന്നെ ഇന്ന് ആരാധകരെ നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഓസീസ് പെർത്തിൽ നടന്ന മത്സരത്തിൽ ഇന്ത്യ 7 വിക്കറ്റിനാണ് തോൽവി വഴങ്ങിയത്. മഴ കളിച്ച കളിയിൽ 136 റൺസ് ആയിരുന്നു ഇന്ത്യ അടിച്ചെടുത്തത്. എന്നാൽ DLS മെത്തേഡ് ഉപയോഗിച്ച് 131 റൺസായിരുന്നു ഓസ്ട്രേലിയയുടെ വിജയലക്ഷ്യം. ഈ ഒരു വിജയലക്ഷ്യം 21.1 ഓവറിൽ തന്നെ ഓസീസ് മറികടക്കുകയായിരുന്നു. ഇതിൽ എടുത്തു പറയേണ്ടത് ഓസീസിന്റെ നായകനായിട്ടുള്ള മിച്ചൽ മാർഷിന്റെ പ്രകടനമാണ്. 46 റൺസാണ് താരം അടിച്ചെടുത്തത്. ഒപ്പം നമ്മൾ എടുത്തു പറയേണ്ടത് ഇന്ന് അരങ്ങേറ്റം കുറിച്ച ഓസീസിനായി ഏകദിനത്തിൽ അരങ്ങേറ്റം കുറിച്ച മാറ്റ് റൺഷോവും ഇന്ന് മികച്ച രീതിയിൽ പ്രകടനം കാഴ്ചവെച്ചു. അതേപോലെ തന്നെ ഇന്ത്യൻ നിരയിലേക്ക് വരികയാണെങ്കിൽ ബാറ്റിങ്ങിലെ ഒരു തകർച്ചയാണ് ഇന്ന് നമ്മൾക്ക് കണ്ടത്. ആദ്യം തന്നെ രോഹിത്തും അതേപോലെ തന്നെ ഗില്ലും, തൊട്ടു പിന്നാലെ തന്നെ കോഹ്ലിയും പുറത്തായി. പിന്നീട് മഴ വരികയായിരുന്നു. മഴ വന്നതിന് ശേഷം വീണ്ടും കളി പുനരാരംഭിച്ചപ്പോൾ വീണ്ടും ഒരു വിക്കറ്റ് വീണു. ശ്രേയസ് അയ്യരുടെ വിക്കറ്റായിരുന്നു പിന്നീട് പോയത്. തുടർന്ന് ഒരു മുൻനിര തകർന്നപ്പോൾ തന്നെ പിന്നീട് വന്നവർക്കും അധികം സ്കോർ കണ്ടെത്താൻ സാധിച്ചില്ല. ഒപ്പം ഇതിൽ 100 റൺസ്, ഇന്ത്യയുടെ 100 റൺസ് കടത്തിയത് KL രാഹുലിൻ്റെയും അതേപോലെ തന്നെ നിതീഷ് റെഡ്ഡിയുടെയും ഒരു അവസാന ഓവറുകളിലെ മികച്ച പ്രകടനമാണ് ഇന്ത്യയെ 100 റൺസ് കടത്തിയത്. എന്തായാലും 3 മത്സര പരമ്പരയിൽ ഓസീസ് ഈ ഒരു വിജയത്തോടെ മുന്നിലെത്തി. ലക്ഷ്മി. ഖിലാഫ് അഹമ്മദാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.